സമദൂരം വിട്ട് ഇടത്തോട്ടടുക്കുന്ന NSSന്റെ നിലപാട് മാറ്റമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ പ്രധാന തലക്കെട്ട്. പിണറായി സർക്കാരിനെ പ്രശംസിച്ചും കോൺഗ്രസിനെ വിമർശിച്ചും NSS ജനറൽ സെക്രട്ടറി ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന് പിന്നാലെയാണ് ഇടതുപക്ഷത്തിന് ഏറെ പ്രതീക്ഷ നൽകുന്ന NSSന്റെ നയം മാറ്റം പ്രധാന ചർച്ചയായത്. NSSനെ ഇടത്തേക്കടുപ്പിച്ച രാഷ്ട്രീയ അടിയൊഴുക്കുകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കുന്ന റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് തുടങ്ങാം. പ്രഖ്യാപിത രാഷ്ട്രീയ നയം എന്നും സമദൂരമായിരുന്നുവെങ്കിലും മിക്കപ്പോഴും വലത്തോട്ടായിരുന്നു NSSന്റെ ചായ്വ്. 1000 തിരഞ്ഞെടുപ്പ് തോറ്റാലും സമുദായ നേതാക്കളുടെ തിണ്ണനിരങ്ങാൻ പോവില്ലെന്ന് വീമ്പ് പറഞ്ഞ് ഇപ്പുറത്ത് സമുദായാംഗങ്ങളെ കൂടെ നിർത്തുക എന്നതാണ് അപ്പോഴെല്ലാം ഇടതുപക്ഷം, പ്രത്യേകിച്ചും CPIM സ്വീകരിച്ചിരുന്ന രാഷ്ട്രീയ നിലപാട്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ ശബരിമല യുവതീ പ്രവേശന വിവാദത്തെ ചൊല്ലി NSSും LDFും നേരിട്ടേറ്റുമുട്ടുന്നതും കേരളം കണ്ടതാണ്. എന്നാൽ 5 ആണ്ടിനിടെ മാറ്റങ്ങൾ എമ്പാടുമുണ്ടായി. 2021 99 സീറ്റും നേടി പിണറായി തുടർഭരണമുറപ്പിച്ചു. രമേശ് ചെന്നിത്തലയെ മാറ്റി കോൺഗ്രസ് VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കി. സതീശനെ പണ്ടേ NSSന് താൽപ്പര്യമില്ല. പല ഘട്ടങ്ങളിൽ സതീശൻ NSSനെതിരായി നടത്തിയ പ്രസ്താവനകളും നിലപാടുകളുമാണ് അവരെ ചൊടിപ്പിച്ചത്. അതോടൊപ്പം നേതൃനിരയിൽ നായർ സമുദായത്തെ പൂർണ്ണമായി തഴഞ്ഞെന്നും NSS വിലയിരുത്തി. കൂടാതെ ജമാഅത്തെ ഇസ്ലാമി, SDPI പോലുള്ള സംഘടനകളുമായി കൂട്ടുചേർന്ന് ന്യൂനപക്ഷ പ്രീണനമാണ് കോൺഗ്രസ് നടത്തുന്നതെന്ന ആരോപണവും NSSൽ ഉടലെടുത്തു. സാധ്യതകളുടെ കലയാണല്ലോ രാഷ്ട്രീയം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ഇടതുപാളയത്തിലെത്തിക്കാൻ കാണിച്ച അതേ മിടുക്കുമായി മന്ത്രി VN വാസവൻ കളമിറങ്ങി കളിച്ചു. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമായുള്ള വാസവന്റെ നല്ല ബന്ധം കാര്യങ്ങൾ എളുപ്പമാക്കി. അധ്യാപക നിയമന സംവരണ പ്രശ്നത്തിൽ NSSനെ സർക്കാർ കാര്യമായി പരിഗണിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ സുകുമാരൻ നായരെ കാണാൻ മുഖ്യമന്ത്രി നേരിട്ടെത്തി. ഇതിനെല്ലാം ഒടുവിലാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ്. അണിയറയിൽ ഇത്രയെല്ലാം നടക്കുന്നതിനിടയിലും സർക്കാരും NSSും ഇടഞ്ഞുനിന്ന ഭൂതകാലക്കുളിരിലായിരുന്നു കോൺഗ്രസും പ്രതിപക്ഷവും. രാഷ്ട്രീയ അടിയൊഴുക്കുകൾ അതിവേഗം തിരിച്ചറിഞ്ഞ് ഇടപെടാൻ കഴിയും വിധത്തിൽ ഉമ്മൻചാണ്ടിയെപ്പോലെ പരിണിതപ്രജ്ഞരായ നേതാക്കളുടെ അഭാവവും പ്രതിപക്ഷത്തെ ബാധിച്ചു. ഇതിനോടകം NSSന്റെ മനസ്സ് സമദൂരത്തിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞു. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.